നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. എന്ത് ചെയ്യാനാന്ന് പറയണേ, ഓരോ ദിവസവും ഓരോ വിഷയം. എനിക്ക് തോന്നുന്നു 2024 ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അമൃത ബാല. ഇവർ 2025 ഞങ്ങളങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. രണ്ടുപേരും തമ്മിൽ ഒരാൾ വേറെ കല്യാണം കഴിച്ചു, രണ്ടാമത് കല്യാണം കഴിച്ചു, ഇപ്പം മൂന്നാമത്തെ കല്യാണം കഴിച്ചു. അന്നേരം പുതിയതായിട്ട് അവരുടെ കുടുംബ ബന്ധുവാണ്, കോകില എന്നാണ് പേര്. അങ്ങനെ ജീവിതം സന്തോഷകരമായി പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ പുള്ളിയുടെ രീതിയിൽ തന്നെ പോകുന്നു. അമൃത മകളുമായിട്ട്, എൻ്റെ മകളാണ് എനിക്കെല്ലാം, ഈ തന്തയുടെ കയ്യിൽ നിന്ന്, ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് 10 പൈസ എനിക്ക് വേണ്ട. അത് മകളും പറഞ്ഞായിരുന്നു, എനിക്ക് 10 പൈസ വേണ്ട, ഞങ്ങളെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ മകളിട്ടു. മകൾക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് അമൃത നിന്നു. മകളെ വെറുതെ വിടൂ, ഞങ്ങൾക്ക് 10 പൈസ വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നാണ് അന്ന് വീഡിയോ ചെയ്തത്. അപ്പം പൊതുസമൂഹം വിചാരിച്ചു അവരെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കൂ, ബാല വേറെ കല്യാണം കഴിച്ചു, രണ്ട് തങ്കായി. അപ്പം നമ്മൾ സമാധാനിച്ചു, ഈ തലവേദന ഒഴിഞ്ഞല്ലോ എന്ന്. പക്ഷെ 2025 തുടക്കത്തിൽ തന്നെ നേരെ വീണ്ടും അമൃത കേസുമായിട്ട്, ബാലയ്ക്കെതിരെ പുതിയൊരു കേസുമായിട്ട് വന്നിരിക്കുകയാണ്. തൻ്റെ മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക ബാല പിൻവലിച്ചു എന്നാണ്. അപ്പോൾ ബാല പിൻവലിക്കണമെങ്കിൽ ബാലയായിരിക്കാം കാശ് ഇട്ടതല്ലേ, ബാല കാശ് മകളുടെ പേരിലേക്ക് ഇട്ടു, പ്രായപൂർത്തിയാകുമ്പോൾ അത് കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഇട്ടത്. ഇട്ടതിന് ശേഷം അത് ബാല ഒരു സുപ്രഭാതത്തിൽ പിൻവലിച്ചു കഴിഞ്ഞു. 2 കാര്യങ്ങളാകാം. ഒന്ന്, തങ്ങളെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ, ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട, ഞങ്ങൾക്ക് 10 പൈസ ആരും തന്നിട്ടില്ല, ഞങ്ങൾ ജീവിച്ചോളാം, അധ്വാനിച്ച് ജീവിച്ചോളാം, ഞങ്ങളെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കാൻ മതി എന്ന് മകളും പറഞ്ഞു, അമ്മയും പറഞ്ഞു. അതുകൊണ്ടൊരു പക്ഷേ എൻ്റെ കാശ് എന്തിനാ അവർക്കതൊരു നാണക്കേടാകുന്നു എന്ന് വിചാരിച്ച് ബാല പിൻവലിച്ചതാകാം. എന്തോ ആണെന്ന് നമുക്കറിയില്ല. ബാലയാണ് ആളും പഠിച്ച കള്ളം തന്നെ. എന്നാലും ഇനിയും കുറച്ച് ദിവസം കൂടെ 2025 ഈ വിഷയം ഇവരിങ്ങനെ കത്തിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് അമൃത കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം റിപ്പോർട്ടർ TVയോട് പങ്കുവെക്കുന്നുണ്ട്, നമുക്കതൊന്ന് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ, അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയനല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്, അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ.
അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചിലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റെസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഇത് ആകെപ്പാടെ കൺഫ്യൂഷനായി. എനിക്ക് അന്ന് ബാലയുടെ നിന്ന് കാശൊന്നും മേടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞതുപോലെ തോന്നുന്നു. പക്ഷേ ഇപ്പം ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് കോടതി മുഖേന 15 ലക്ഷം രൂപ കിട്ടിയതായിട്ട് പറയുന്നു. അപ്പം 15 ലക്ഷം രൂപ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസവും വിവാഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാശ് മുടക്കാം എന്ന് തോന്നുന്നു. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഇവർ പിരിയുന്നത്. അതിനുശേഷം 10, 18, 20 വയസ്സ് വരെയൊക്കെ അത് നേരെ ജോലി ഉപയോഗിച്ചാൽ 15 ലക്ഷം എന്നുള്ളത് ഒരു 1 കോടി രൂപയ്ക്കടുത്തെങ്കിലും അത് ആക്കാൻ പറ്റും. ഫിക്സഡ് ഇട്ടാലും മതിയല്ലോ. അപ്പം അതൊന്നും അല്ല ഒരു പ്രശ്നം. ഇപ്പം ഏതായാലും കാശാണ് പ്രശ്നം എന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം കാശ് വേണ്ട എന്ന് പറഞ്ഞാലും പണം അല്ലേ. ഇപ്പം നമ്മുടെ സാധാരണ കേസിലൊക്കെ സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തുന്നത് പറഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുമ്പോൾ സെറ്റിൽമെൻറ്റ് നടക്കുന്ന പലപ്പോഴും മക്കൾ തള്ളയുടെ കൂടാണ് കോടതി വിടുന്നത്. അപ്പം വിട്ടു കഴിഞ്ഞ് പുരുഷൻ ആവശ്യപ്പെട്ടാലും കിട്ടാറില്ല, സാധാരണ സ്ത്രീകളോടാണ് പോകുന്നത്. അപ്പം സെറ്റിൽമെൻ്റായിട്ട് ഒരു കോടതി 5-6 ലക്ഷം അങ്ങനെയൊക്കെ ഓരോ തരത്തിലാണ്. ഇത് 15 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നല്ലൊരു തുകയായിട്ട് എനിക്ക് തോന്നുന്നത്. കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തുകയാണ്. ബാലിക്കൊരു പക്ഷേ അതിൽ കൂടുതൽ കൊടുക്കാമായിരിക്കാം. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, കോടതി പറഞ്ഞതാണ്. പിന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇത് കേസൊക്കെ നേരത്തെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പം അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ഇപ്പം കിട്ടിയെന്ന് പറയുന്നത്, ഇപ്പം നോക്കിയെന്ന് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കേസാണെന്ന് പറയുന്നു. ആ കേസെല്ലാം ഒത്തുതീർപ്പായെന്ന് പറയുന്നു, അതെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് മകളെ കാണാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാല കേസ് കൊടുക്കുന്നത്. അതൊക്കെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന. ഇപ്പം ഈ സെറ്റിൽമെൻറ്റും ഇതുമൊക്കെ എങ്ങനെ ആര് കണ്ടു എന്നിങ്ങനെ നോക്കി എന്നൊന്നും അറിയില്ല. ഇനി അന്നങ്ങാണം കൊടുത്ത രേഖകളെല്ലാം വീണ്ടും എടുത്ത് പരിശോധിച്ചു ഏതെങ്കിലും രീതിയിൽ ബാലയെ കുരുക്കാൻ ഏതെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ച കൂട്ടത്തിൽ ഇത് കണ്ടുപിടിച്ചതാണോ എന്നും എനിക്കറിയില്ല. ഏതായാലും കൊള്ളാം. ഇതിനകത്ത് താഴെ വന്നേക്കുന്ന പ്രതികരണവും അമൃതയ്ക്ക് അനുകൂലമല്ല. എനിക്ക് തോന്നുന്നു ഈ കേസ് നടക്കുമ്പോഴെല്ലാം അമൃതയ്ക്ക് അനുകൂലമായൊരു ജനവികാരമായിരുന്നു ഉണ്ടായിരിക്കേണ്ടത്. കാലം മാറിയിരിക്കുന്നു. ബാല നേരെ ചൊവ്വേ കുടുംബജീവിതം കുടുംബമൊക്കെ ആയിട്ട് വേറെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാശ് വേണ്ട, അവൻ്റെ പാട്ടിന് പോട്ടെ, നിങ്ങളുടെ ജീവിതം സമാധാനമായിട്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളോടൊപ്പം പൊതുജനങ്ങളുടെ വികാരം നിന്നത്. അവർക്ക് കാശൊന്നും വേണ്ട, അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം നിന്നു. ഇപ്പം ആവശ്യപ്പെടുന്നതെന്ന് കാശ് വേണം എന്നുള്ള രീതി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് ബാല ഒരു ഇൻഷുറൻസ് കൊച്ചിൻ്റെ പേരിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ തുക ബാല പിൻവലിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ പറയുന്നു, മകളുടെ പേര് ചേർന്നിരിക്കുന്ന അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ പിൻവലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഇതുണ്ടായെന്ന് പറയുന്നു. പിന്നേക്ക് ബാലയ്ക്ക് എങ്ങനെ പിൻവലിക്കാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആ ഇൻഷുറൻസ് കമ്പനി ഒത്തു കളിച്ചതാകാം അല്ലേ. അങ്ങനെ പിൻവലിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ബാല ഇട്ട കാശ് ബാല പിൻവലിച്ചു എന്ന് പറയും. അത് മകളുടെ പേരിലേക്കാണ് കൊടുത്തേക്കുന്നതൊക്കെ അമൃത പറയുന്നത്. അതെനിക്ക് അത്ര വ്യക്തമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാശ് ഒരു പ്രശ്നം തന്നെയാണ്. ആർക്ക് എപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ മകള് പറഞ്ഞാലും അമ്മ പറഞ്ഞാലും
വേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ബാലയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാലയെ സംബന്ധിച്ച് ബാല എന്താ പറയുന്നത് ബാലയ്ക്ക് പോലും അറിയില്ല. ഈ റിപ്പോർട്ടർ ജീവി തന്നെ ബാലയോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്, എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നത്. കുറേ കേസ് പിന്നെയും വന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്ക് അറിയില്ല. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ബാല എന്താ പറയുന്നത്. ബാല എങ്ങനത്തോടാണല്ലോ മറുപടിയാണല്ലോ പലപ്പോഴും കൊടുക്കാറുള്ളത്. ഏതായാലും ബാല പറഞ്ഞ് അതെന്തുവാന്ന് മനസ്സിലാകുന്നില്ല. കാലം എന്താ പറയുന്നത്, ഒത്തിരി കേസിൻ്റെ പേരിലുണ്ട്. ഞാൻ നാളെ ചോദിച്ചു, ഇത് റിപ്പോർട്ടർക്കും മനസ്സിലായില്ല, ഇത് കേൾക്കാൻ ചെന്ന് നമുക്കും മനസ്സിലായില്ല. ബാല ആ മറുപടിയിൽ ഇങ്ങനെ സാമട്ടിൽ ഒഴുങ്ങി. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഇന്നും ഇന്നലെ കൊണ്ടൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ഉണ്ടെന്ന്, അവരെ അവരുടെ വഴിക്ക് വിടുക. അവർക്ക് കേസും വഴക്കും ഒന്നും ഒരു പുത്തരിയല്ല. അവർ സമാധാനം ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് കാശാണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഓരോ ദിവസം കഴിയുന്തോറും കാശിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ബാലയെന്ന് പറയുന്ന വ്യക്തി ഒരു വേറെ ഒരു കുടുംബജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമാധാനം ആർക്കും ഇഷ്ടമല്ല. എനിക്ക് കിട്ടാത്ത സമാധാനം മറ്റുള്ളവർക്ക് വേണ്ട എന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഈ അമൃതയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ജനപിന്തുണ അമൃതയുടെ കൂടെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് ബാലയുടെ ചില ചെയ്തികളൊക്കെ വളരെയധികം നമ്മളെ വീർപ്പിക്കാറുണ്ടായിരുന്നു. ചില നല്ല കാര്യങ്ങൾ ചെയ്യും, പിന്നെ വീർപ്പീരിൻ്റെ പരമാവധിയായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് ബാല വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ദേ അമൃത വരുന്നത്. അപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറയാം, രണ്ടും കണക്കാം എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം അവരുടെ പാടായി അവർ ഇടിക്കുകയോ അടിക്കുകയോ കാശിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യട്ടെ. സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവർ ഇതുകൊണ്ടൊന്നും തീർക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം അമൃതയായിട്ട് തുടങ്ങി വെക്കുന്നു, അത് ഏതായാലും ബാല ഏറ്റെടുക്കുമെന്നുള്ള 100%. ഇനിയും കുറച്ച് നാൾ ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇനിയും ബാലയുടെ പല ഇൻ്റർവ്യൂ വരാം, അമൃതയുടെ പല ഇൻ്റർവ്യൂ വരാം. എന്താ കഥ അല്ലേ? അവർ ജീവിതം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ദാനം ചെയ്തേക്കുന്ന രണ്ടുപേരാണ്. അവരെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന കമൻറ്റുകൾ, വീഡിയോയ്ക്ക് താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ മൊത്തം ഇപ്പോൾ അമൃതയ്ക്കെതിരായിട്ടാണ് വരുന്നത്. കാരണം അമ്മയും മകളും പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് 10 പൈസ വേണ്ട, സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്ത് ഇപ്പം ഇനി കാശിന് വേണ്ടി എന്തിനു വരുന്നു എന്നുള്ളത്. പിന്നെ ഈ 15 ലക്ഷം രൂപ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റായിട്ട് 15 ലക്ഷം രൂപ കൊടുത്തു. അതിന് എനിക്ക് തോന്നുന്നു ഒരു മകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു തുകയാണ്. ഇതൊന്നും അല്ല അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ആവശ്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പിണങ്ങിയാലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിരിക്കാം ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ കൊച്ചു പിള്ളേർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്കൊന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ 2 or 3 വൈഫൊക്കെ ഇരിക്കുമ്പോൾ ഇതുങ്ങളെല്ലാം കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, 2 പേർക്ക് ഈഗോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 2 പേരും 2 വൈഫ് വരുമ്പോൾ ഈ കുഞ്ഞായിരിക്കും അനുഭവിക്കുന്നത്. പിന്നെ ആരുടെ കൂടാണ്, ഇപ്പം അച്ഛൻ്റെ കൂടാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛൻ പറയുന്നത് കേൾക്കുന്നു, അമ്മയുടെ കൂടാണ് നിൽക്കുന്നതെങ്കിൽ അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നെ വ്യക്തമായൊരു കാഴ്ചപ്പാടുമൊക്കെ അതിനുണ്ടായി വരുമ്പം അതിൻ്റെ ഈ കുട്ടിക്കാലമൊക്കെ അവസാനിക്കും, നല്ല സമയം പോവും. അച്ഛനും അമ്മയായിട്ടുള്ള സ്നേഹമായിട്ട് ജീവിക്കേണ്ട ആ സമയമെല്ലാം കഴിഞ്ഞു പോകും അല്ലേ. പിന്നെ വേറെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുഞ്ഞ് വളരുന്നത്. അത് പലപ്പോഴും പലരും അതിൻ്റെ ഇടയ്ക്ക് ഈ കേസും വഴക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാനും വേണ്ട. 2 കൊള്ളാം, 2 പേരെയും ഒരു മുഖത്തെ കെട്ടാൻ പറ്റിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ 2 പേരും കൂടെ ആയിരുന്നു ഒന്ന് ചേരണ്ടേ എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തമ്മിൽ തീർക്കട്ടെ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണേ. ഓക്കെ, ബൈ.